നമ്മുടെ ധ്യാനത്തിൻ്റെ ചെറിയൊരു നക്ഷല് ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. രാവിലെ 6:15 തന്നെ കുർബാന ഉണ്ടായിരിക്കും. ഈ കുർബാനയോടുകൂടി ധ്യാനം തുടങ്ങുന്നു. രണ്ടാമത്തെ കുർബാന 10 മണിക്കാണ്. സാധാരണ ഇവിടെ കുട്ടികളുടെ കുർബാന 10 മണിക്കാണല്ലോ അല്ലേ? 10 മണിക്കായിരിക്കും ആ കുർബാന. അതിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധ്യാനം. അന്ന് കാറ്റഗിസം ഉണ്ടായിരിക്കില്ല. അന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനമായിരിക്കും. അതിന് 2 അച്ഛന്മാർ വരും. കുട്ടികളെ അവരുടെ പ്രായത്തിൻ്റെ അനുസരിച്ച് തിരിച്ച് അവർ കുട്ടികളുമായിട്ട് ദൈവവചനം പ്രഘോഷിക്കുന്നതായിരിക്കും. അത് ഏകദേശം 1 മണി വരെ അല്ലെങ്കിൽ ഒരു 12:30 വരെയൊക്കെ അത് നീണ്ടുപോകും. അതിനുശേഷം കുട്ടികളെ പറഞ്ഞു വിടുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ധ്യാനം തുടങ്ങുന്നത് അന്ന് തന്നെ, ഞായറാഴ്ച തന്നെ വൈകിട്ട് 5:30 ധ്യാനം. 5:30 മുതൽ 9:30 വരെയാണ് എല്ലാ ദിവസങ്ങളിലും ധ്യാനം. ഞായറാഴ്ച മാത്രം രാവിലെ തുടങ്ങുന്നു. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറയാം. ഞായറാഴ്ച 5:30 മുതൽ 9:30 വരെ ധ്യാനമായിരിക്കും. തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഞങ്ങൾ ഇവിടെയുള്ള അച്ഛന്മാർ, ഏകദേശം 6 അച്ഛന്മാർ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കും. 6 അച്ഛന്മാർ ഇവിടെ എന്നും ഉണ്ടാകും. രാവിലെ 7 മണിക്ക് ആദ്യത്തെ വീട്ടിലെത്തും. അതിന് ഞങ്ങൾ 6:45 ഇവിടെ നിറങ്ങും. 6:45 ഇറങ്ങി ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീടുകളിൽ വരും. ഓരോ വീടുകളിലും വന്ന് പ്രാർത്ഥിക്കുന്നു, വെഞ്ചരിക്കുന്നു. 7 മണി മുതൽ അത് തീരുന്നത് വരെ ഒരു 12:30 1 മണി വരെയൊക്കെ ചിലപ്പോൾ പോകും. ചിലപ്പോൾ നേരത്തെ തീരുന്നതുണ്ടാകും. അതിൻ്റെ സമയക്രമീകരണം അനുസരിച്ച് ചിലപ്പോൾ സമയം കൂടുതലെടുത്താൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ. വീട് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ വീണ്ടും വൈകിട്ട് 5:30 നമ്മൾ ധ്യാനം തുടങ്ങുന്നു. അങ്ങനെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 4 ദിവസങ്ങളിൽ ഭവന സന്ദർശനം. നിങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ വീടുകളും ഈ 4 ദിവസം കൊണ്ട് സന്ദർശിച്ച് തീരും. എനിക്ക് കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ച് ഈ ഇടവകയിൽ 600 വീടുകളാണ് ഉള്ളത്. ഈ 600 വീടുകളും ഇത്രയും ഈ 4 ദിവസം കൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ സന്ദർശിക്കും. നിങ്ങളുടെ ഭവനങ്ങൾ വെഞ്ചരിക്കാനായിട്ട് വരും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ച ദിവസം അന്ന് രാവിലെയാണ് 6:30 ആയിരിക്കും പരിശുദ്ധ കുർബാന. അത് മരിച്ചവർക്ക് വേണ്ടി. നമ്മളുടെ ഇടവകയിൽ നിന്നും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട്. ഈ ഇടവകയെ നല്ലൊരു ഇടവകയാക്കി മാറ്റാനായിട്ട് ഒത്തിരി ത്യാഗമെടുത്തിട്ടുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. നമുക്ക് നല്ല വിശ്വാസ ചൈതന്യം തന്ന് കടന്നുപോയവരുണ്ട്. നമുക്ക് വേണ്ടി ഇത്രയൊക്കെ സമ്പാദിച്ച് സ്വരുക്കൂട്ടി ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ നമ്മുടെ പൂർവികരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ കടങ്ങൾക്കും പാപങ്ങൾക്കും വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച രാവിലെ 6:30 കുർബാന. ആ കുർബാനയോടനുബന്ധിച്ച് ഒരു ധ്യാന പ്രസംഗം ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ സെമിത്തേരിയിലേക്ക് പോകും. അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അതിനുശേഷം 10:30 മുതൽ യുവജനങ്ങൾക്കുള്ള ധ്യാനമായിരിക്കും. വെള്ളിയാഴ്ച ഫുള്ളായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകണം. 10:30 മുതൽ യുവജനങ്ങൾക്കുള്ള ധ്യാനം. 45 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള വിവാഹിതരും അവിവാഹിതരുമായ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും ഒന്നിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം 2:30 മുതൽ നമുക്ക് പരിഹാര പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. ആ ഒരുക്കം കഴിഞ്ഞിട്ട് നമ്മൾ പരിഹാര പ്രദക്ഷിണം നടത്തും. അതിന് പോകുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ കുരിശുണ്ടാകണം, മരക്കുരിശ്. നിങ്ങൾക്ക് കുരിശ് വീട്ടിലുള്ളവരുണ്ടാകും. അത് ഉള്ളവർ അതെടുക്കാം. അതില്ലാത്തവർ ഒന്നുകിൽ പള്ളിയിൽ പറഞ്ഞ് അത് മൊത്തത്തിൽ ഉണ്ടാക്കിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യണം. അതിനുള്ള ക്രമീകരണങ്ങൾ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ക്രമീകരണം ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരുടെയും കയ്യിലൊരു കുരിശ്, 15 വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെയും കയ്യിൽ കുരിശ് വേണം. ഒരു വീട്ടിലേക്ക് ഒരു കുരിശ് എന്ന നിലയിലല്ല, ഒരു വീട്ടിൽ എത്ര വ്യക്തികളുണ്ടോ അത്രയും കുരിശ് ഓരോരുത്തരുടെയും കയ്യിലുണ്ടാകണം. ആ കുരിശും പാട്ടുപുസ്തകം ഞങ്ങളിവിടെ കൊണ്ടുവരും. അത് ഓൾറെഡി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ജപമാലയുമായിട്ടാണ് നമ്മൾ പരിഹാര പ്രദക്ഷിണം നടത്തുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ പരിഹാര പ്രദക്ഷിണം കഴിഞ്ഞ് വന്ന് നമ്മൾ പൊതുവായിട്ടുള്ള ഒരു രോഗസൗഖ്യ ആരാധന നടത്തും. അത് കഴിഞ്ഞ് ഒരു 6:30 കൂടി നമ്മളുടെ വെള്ളിയാഴ്ചത്തെ വൈകുന്നേരം 6:30 കൂടി അന്നത്തെ ധ്യാനം അവസാനിക്കുന്നു. വെള്ളിയാഴ്ച. ശനിയാഴ്ച രാവിലെ 6:30 നമ്മുടെ കുർബാന. 6:30 കുർബാന. അത് ദമ്പതികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ദമ്പതികൾ മാത്രമല്ല, ബാക്കി എല്ലാവരും വരണം. ദമ്പതികൾ വരുമ്പോൾ അൾത്താരയിൽ സമർപ്പിക്കുന്നു, പങ്കെടുക്കുന്നു. ആ ദിവ്യബലിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒരു ആ വിവാഹ നവീകരണം ഒന്ന് നടത്തി കുറച്ചും കൂടി ഒന്ന് ഫ്രഷ് ആയിട്ട് ജീവിക്കാനായിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
8:30 ആകുമ്പോഴേക്കും തീരും. അങ്ങനെയാണ് ഏറ്റവും ചെറിയ ഒരു നക്ഷൽ. ഇനി വ്യാഴാഴ്ച കുമ്പസാര ദിവസമാണ്. വൈകുന്നേരം 5 മണി മുതൽ കുമ്പസാരം ആരംഭിക്കും. വ്യാഴാഴ്ചയാണ് കുമ്പസാരം. അപ്പം വ്യാഴാഴ്ച കുമ്പസാരത്തിന് ഈ ഇടവകയിലുള്ള എല്ലാ മക്കളും വന്ന് കുമ്പസാരിക്കും. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് എല്ലാവരും വന്ന് കുമ്പസാരിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിച്ച് നവീകരിക്കപ്പെട്ട ചൈതന്യത്തിലുള്ള ഒരു സമൂഹമായിട്ട് മാറുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇനി ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ധ്യാനത്തിന് വരണം. കുറച്ച് പേര് വരുന്നു, കുറച്ച് പേര് വരുന്നില്ല, ആ ഒരു അവസ്ഥ ഉണ്ടാകരുത്. എല്ലാവരും കൂടി ധ്യാനത്തിന് വരണം. അതാണ് ഞങ്ങളുടെ കപ്പിച്ചിൻ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങൾ ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കപ്പിച്ചിൻസായിട്ട് പ്രത്യേകിച്ച് ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രം ഇവിടെ ഉള്ളതുകൊണ്ടും കാൽവരി ആശ്രമം തൃശ്ശൂർ ഉള്ളതുകൊണ്ടൊക്കെ കുറേ കപ്പിച്ചിൻ അച്ഛന്മാരായിട്ട് നിങ്ങൾക്ക് കുറച്ച് പരിചയങ്ങൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ പൂർവികരായ അച്ഛന്മാർ വർഷങ്ങൾക്ക് മുൻപ് കപ്പിച്ചിൻ മിഷൻ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടത് ഇതുപോലെ തന്നെയാണ്. ഞങ്ങൾ ഇന്നായിട്ടത് മാറ്റിയതൊന്നുമല്ല. അതുകൊണ്ട് എല്ലാവരും ധ്യാനത്തിന് വരണം എന്ന് നിർബന്ധമായിട്ട് ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ചൈതന്യം ഉണ്ടാകുവാൻ, നിങ്ങളുടെ ഇടവകയിൽ ഒരു നവീകരണം ഉണ്ടാകുവാൻ, വ്യക്തികളിൽ ഒരു നവീകരണം ഉണ്ടാവുക. അതാണ് ഈ ധ്യാനത്തിൻ്റെ ഉദ്ദേശം. വ്യക്തി നവീകരണം, കുടുംബ നവീകരണം, ഇടവക നവീകരണം. അവിടെ കുറച്ചും കൂടി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ അതിനുള്ളൊരു ഉന്മേഷം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനങ്ങൾ. ഒരു ഉണർവ് നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, മനസ്സിൽ നിരാശ വരികയും ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്ന് തോന്നുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഒത്തിരി തിന്മയിലേക്ക്, നാശത്തിലേക്ക്, ശിഥിലീകരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ധ്യാനമൊക്കെ നമ്മൾ ഒന്നും കൂടി ഫ്രഷ് ആക്കാനും ദൈവാനുഗ്രഹം ഉണ്ടാകുവാനും കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക്, കുടുംബത്തിലേക്ക്, ഇടവകയിലേക്ക് ചൊരിയുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ധ്യാനം. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും അച്ഛന്മാർ ഇവിടെ വന്ന് നിങ്ങളുടെ ഇടവകയിൽ വന്ന് താമസിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, നിങ്ങൾ വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടാത്തത് പിന്നെ ഞങ്ങൾക്ക് വേണോ? അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യമാണ് ഇത് ആയിരിക്കേണ്ടത്. നിങ്ങളത് ആവശ്യമാക്കി മാറ്റണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷയും. അപ്പോൾ ധ്യാനത്തിന് വരാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, ചിലപ്പോൾ ഞങ്ങൾ വീട് വെഞ്ചരിക്കാതെ പോരും. കാരണം നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് നിങ്ങളൊട്ടും കേൾക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ഞങ്ങൾ വരുമ്പോൾ വീട് വെഞ്ചരിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമായിരിക്കും. പക്ഷേ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടാകുന്നൊരു വിഷമം. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അതിരാവിലെ, നിങ്ങളുടെ മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. 7 മണിക്ക് തന്നെ ആദ്യത്തെ വീട്ടിൽ വരും. ഈ ഇത്രയും വീടുകളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ നിങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ക്ഷണിക്കുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടാകൂലേ? ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരും ധ്യാനത്തിലുണ്ടാകണം. ഇനി ഓരോ വീടും വെഞ്ചരിക്കാനായിട്ട് മിക്കവാറും ഒരു ദിവസം 25-നും 30-നും ഇടയ്ക്ക് വീടുകൾ സന്ദർശിക്കും. അപ്പോൾ ഇത്രയും വീടുകൾ വെഞ്ചരിക്കാനായിട്ടുള്ള വെള്ളം അച്ഛന്മാർക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട് വെഞ്ചരിക്കാനുള്ള വെള്ളം നിങ്ങൾ തന്നെ ഇവിടെ പള്ളിയിൽ നിന്ന് കൊണ്ടുപോകണം. അത് 21-ാം തീയതി ഞായറാഴ്ച രാവിലെ കുർബാന കഴിയുമ്പോൾ ഇവിടെ പാത്രത്തിൽ വെള്ളം വെഞ്ചരിച്ച് വെക്കും. ആ വെള്ളം നിങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. എന്നിട്ട് ആ വെള്ളത്തിന് അതൊരു ചെറിയൊരു കുപ്പിയിലേക്ക്, ഒരു 1/2 ലിറ്ററിൻ്റെയൊക്കെ ഒരു കുപ്പി അല്ലെങ്കിൽ 1/4 ലിറ്ററിൻ്റെയൊക്കെ ചെറിയ കുപ്പികൾ കിട്ടൂലേ? വലിയ 2 ലിറ്ററിൻ്റെയൊക്കെ 2.5 ലിറ്ററിൻ്റെയൊക്കെ പെപ്സിയുടെ കുപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ തളിച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ കുപ്പി, വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരെണ്ണാണെങ്കിൽ കന്നാമ്പെള്ളം തളിക്കുന്ന കാറാപ്പ് മാതിരി അത് ആക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ കോർക്കിൽ ഓട്ടയിട്ട് വെച്ചാൽ മതി. ഒരു 3-4 ചെറിയ ഓട്ടകൾ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം തളിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ചെറിയ കുപ്പിയിലേക്ക് കന്നാമ്പെള്ളം ഒഴിച്ച് അതിനൊരു ഓട്ടയിട്ട് വെക്കണം. എന്നാലേ അത് തളിക്കാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. അത് നിങ്ങൾ തന്നെ ചെയ്യണം. അച്ഛന്മാർ വരുമ്പോൾ വെള്ളം കൊണ്ടുവരില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച 21-ാം തീയതി നിങ്ങൾ കുർബാനയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട്, കന്നൻ വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു പാത്രവും കൂടി നിങ്ങൾ കൊണ്ടുവരണം. ഒരു കുപ്പിയോ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി. അത് കൊണ്ടുവന്ന് നിങ്ങൾ വെള്ളവും കൂടി എടുത്തുകൊണ്ട് പോകണം. ഇനി വെള്ളമില്ല എങ്കിൽ വെഞ്ചരിക്കാതെ ഞങ്ങൾക്ക് പോരേണ്ടി വരും. കാര്യം നിങ്ങൾ ധ്യാനത്തിനൊക്കെ വന്നിട്ടുണ്ടാവും, വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നുണ്ടാവും. പക്ഷെ വെള്ളമില്ലെങ്കിൽ വെഞ്ചരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്കുള്ള വെള്ളം നിങ്ങൾ തന്നെ കൊണ്ടുവരണം. ഇനി വെഞ്ചരിപ്പിന് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ, ഞങ്ങൾ എല്ലാ വീടുകളിലും നമ്മൾ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപമുണ്ടാകുമല്ലോ, അത്
ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും വീട്ടിൽ തിരുഹൃദയത്തിൻ്റെ രൂപമെങ്കിലും വല്ല കേടായി പോയിട്ടുണ്ടെങ്കിലോ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ കീറിപ്പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഒരു തിരുഹൃദയത്തിൻ്റെ രൂപം നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥാപിക്കണം. അത് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. അത് ഒരു കുടുംബത്തിൻ്റെ, ക്രൈസ്തവ കുടുംബത്തിൻ്റെ നാഥനാണ് തിരുഹൃദയം. ആ തിരുഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോ, ഒരു രൂപം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരു കുരിശ് രൂപം. ഇപ്പോൾ ഈ കുരിശ് ഇതല്പം വലുതാണ്, കുഴപ്പമില്ല, ഇത് ആൾത്താരയിൽ വെക്കുന്നതാണ്. പക്ഷേ ഇതുപോലെ ചെറിയൊരു കുരിശ് രൂപമായാലും മതി, ഇനി വലുതാണെങ്കിലും കുഴപ്പമില്ല. ഒരു കുരിശ് രൂപവും കൂടി അത് ഏതൊരു കുടുംബത്തിലും ഉണ്ടാകേണ്ടതാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തെ പറ്റിയൊക്കെ ധ്യാനിക്കാനും ചിന്തിക്കാനൊക്കെ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കുരിശ് രൂപവും കൂടി ഉണ്ടാകണം. അത് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വീട് വെഞ്ചരിക്കാനായിട്ട് വരുമ്പോൾ വീട് വെഞ്ചരിക്കുന്ന സമയത്ത്, പ്രാർത്ഥന കഴിഞ്ഞിട്ട് വെഞ്ചരിക്കുന്ന സമയത്ത് കുടുംബനാഥനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ഈ കുരിശുരൂപം എടുത്തുകൊണ്ട് എല്ലാ മുറികളും കാണിച്ചു തരും. എല്ലാ മുറികളിലും വെഞ്ചരിക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് ഒരു കുരിശുരൂപം. പിന്നെ നിങ്ങൾ രൂപത്തിൻ്റെ താഴെ ഒരു മേശയോ സ്റ്റൂളോ കസേരയോ ടീപ്പോയോ എന്തെങ്കിലും ഇട്ടിട്ട് അതിലൊരു വെള്ളത്തുണി വിരിക്കണം. ആ വെള്ളത്തുണിയുമ്പോൾ സമ്പൂർണ്ണ ബൈബിളും കുരിശ് രൂപവും 2 തിരികളും വെക്കണം. തിരികൾ നിങ്ങൾ ഒട്ടിച്ച് വെച്ചാൽ മതി, കത്തിച്ച് വെക്കണ്ട. കത്തിച്ച് വെച്ച് ചിലപ്പോൾ അച്ഛൻ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ കത്തി തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കത്തിക്കരുത്, ഒട്ടിച്ച് വെച്ചാൽ മതി. അച്ഛൻ കത്തിച്ചോ എന്ന് പറയുമ്പോൾ മാത്രമേ തിരി കത്തിക്കാൻ പാടുള്ളൂ. ആ തിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛൻ വരുമ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് ചോദിച്ചു കഴിഞ്ഞിട്ട് വീട് വെഞ്ചരിക്കും നമ്മൾ. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഉള്ള പ്രാർത്ഥനാ സഹായമൊക്കെ പറയാം. അത് പറഞ്ഞിട്ടാണ് പിന്നീട് വീട് വെഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹമാക്കി മാറ്റണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആത്മാർത്ഥമായിട്ടൊന്നും കൂടി അപേക്ഷിക്കുകയാണ്. എല്ലാവരും ഈ ധ്യാനത്തിൽ വരണം, പങ്കെടുക്കണം. നിങ്ങൾക്ക് 100 വർഷമായിട്ട് ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ നന്ദി പറയേണ്ട, ആ നന്ദി പ്രകടിപ്പിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് ഇത് അനുഗ്രഹമാക്കി മാറ്റണം. ജൂലൈ 21 മുതൽ 27 വരെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ തമ്പുരാന് വേണ്ടി മാറ്റിവെക്കുന്നു. ആ ദിവസങ്ങൾ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തരും. ആ അനുഗ്രഹം നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒറ്റ അപേക്ഷയുള്ളൂ.